ഇന്ത്യയിലുള്ള പല പല സ്ഥലങ്ങളിലുള്ള ഓരോ സ്റ്റേറ്റിലെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡുകളെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന ഒരു കോൺസെപ്റ്റാണ് അല്ലേ ഇന്ത്യൻ ഫുഡ് ആർട്ട് എന്ന് പറഞ്ഞ സംഭവം. എന്താണ് ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് ഫെസ്റ്റിൻ്റെ ഒരു ഭാവിയിൽ കാണുന്ന ഒരു വിഷൻ എന്തായിട്ടാണ് അനീഫ്ക്ക് കാണുന്നത്? ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട്, നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഫുഡ് ഫെസ്റ്റ് എന്നെല്ലാവരും ഇതിനെക്കുറിച്ച് പറയും. ഞങ്ങളതിനെ ഫുഡ് ഫെസ്റ്റ് എന്നല്ല പറയുന്നത്, ഞങ്ങളിതിനെ ഫുഡ് ആർട്ട് എന്നാണ് പറയുന്നത്. ആർട്ട് എന്ന് പറയുമ്പോൾ ഇത് കലാകാരന്മാരാണ്. ഈ പാചക കല എന്നാണ് നമ്മൾ പറയുന്നത്. പാചകം ചെയ്യുന്നവർ കലാകാരന്മാരാണ്. എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഞണ്ടുകറി കഴിക്കാൻ വേണ്ടി കാലിക്കറ്റിൽ നിന്ന് ഫ്ലൈ ചെയ്ത് ഗോവയിൽ പോവും. അന്ന് അവിടെ നിന്ന് ഞണ്ടുകറി കഴിച്ച് അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു വരും. അങ്ങനെയുള്ള ചില അതിന് നമ്മൾ എന്താ പറയുക, ക്രേസ് ആണ് അവർക്ക്. അവരെ സംബന്ധിച്ചുള്ള അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുന്നില്ല, അവർക്ക് ഞണ്ടുകറി കഴിക്കണം. ആ തരത്തിലുള്ള മനുഷ്യന്മാരും കൂടി ജീവിക്കുന്ന നാടാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു 25 സിറ്റികൾ, സംസ്ഥാനങ്ങളല്ല സിറ്റികൾ, നഗരങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ കാശ്മീർ മുതൽ കോഴിക്കോട് വരെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല നഗരങ്ങളിൽ നിന്നുള്ള ഭക്ഷണം ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ സത്യം പറഞ്ഞാൽ വ്യത്യസ്ത രൂപത്തിലുള്ള ബിസിനസ്സുകളൊക്കെയാണ് നമ്മുടെ പേജിലൂടെയും നമ്മൾ ചാനലിലൂടെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ജിതിൻ കുറച്ച് ആളുകളുമായിട്ട് ഒരു ഡിസ്കഷൻ വന്നു. ആ ഡിസ്കഷനിൽ അവർ എൻ്റെ മുന്നിലൊരു കോൺസെപ്റ്റ് പ്രസൻറ്റ് ചെയ്യുണ്ടായി, ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഇതൊരു പ്രോഗ്രാമാണ് കേട്ടോ. ഈ ഒരു പ്രോഗ്രാം സത്യം പറഞ്ഞാൽ ഇതുവരെ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റ് എന്താണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇതാരാണോ ഇംപ്ലിമെൻ്റ് ചെയ്ത് ആ വ്യക്തി തന്നെയാണ് നമ്മുടെ പോഡ്കാസ്റ്റിലുള്ളത്, ഹനീഫ് സാർ. വളരെ സന്തോഷം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. കാലിക്കറ്റാണ് സ്വദേശം അല്ലേ? അതെ, കോഴിക്കോടാണ്. ഞാൻ അന്ന് ജിതിൻ വന്നപ്പോൾ ജിതിൻ എന്നോട് പറഞ്ഞത് പല വ്യത്യസ്ത രൂപത്തിലുള്ള ഫുഡ് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ഇബാദക്കാക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഈ സാധനം തുടങ്ങുന്നത്. അപ്പം അന്ന് ഞാനിത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലായി. കാര്യം ഞാൻ ബേസിക്കലി ഒരു ഫുഡ് ബ്ലോഗറല്ല, ഒരു വലിയ ഫുഡ് കഴിക്കുന്ന ഒരു മനുഷ്യനല്ല. എങ്കിലും ഇത് കോൺസെപ്റ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണല്ലോ അല്ലേ? അപ്പോൾ ഈ അനീഫ്ക്ക് ആക്ച്വലി എന്താണത് ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഫുഡ് കഴിക്കാനുള്ള ഒരു അവസരം എന്നതിൽ കവിഞ്ഞ് ഇതൊരു സാംസ്കാരികമായ ഒരു വിനിമയത്തിനുള്ള ഒരു മേള കൂടിയാണ്. ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഫുഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ്. മനുഷ്യൻ്റെ 3 അടിസ്ഥാന ആവശ്യങ്ങൾ നമ്മൾ എല്ലാവരും പറയുന്ന ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. അതാണ് നമ്മുടെ ഒരു പ്രാഥമികമായ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ. സർക്കാരും അങ്ങനെയാണല്ലോ പരിഗണിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണം. എല്ലാവരും ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അതിനിപ്പോൾ പലതരം പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്നുണ്ട്. ആളുകൾക്ക് ഭക്ഷണം കിട്ടാൻ വേണ്ടി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തകരായാലും ശരി, സർക്കാരായാലും ശരി, അതുപോലെയുള്ള പല ഏജൻസികളും മനുഷ്യൻ വിശന്നിരിക്കരുത് എന്ന ഒരു താല്പര്യത്തിൽ പലതരം പദ്ധതികൾ നമ്മുടെ നാട്ടിൽ സാമൂഹിക തലത്തിലും സർക്കാർ തലത്തിലും എല്ലാ തരത്തിലും രാഷ്ട്രീയ പാർട്ടികൾ പോലും അതൊരു പ്രധാന അജണ്ടയായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഭക്ഷണം ഇത് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന ആവശ്യമാണ്. ഒരു മനുഷ്യനും പട്ടിണി കിടക്കരുത് എന്ന ഒരു സങ്കല്പം ലോകത്തൊട്ടാകെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അത് വളരെ വിപുലമായിട്ടുണ്ട്. അപ്പം ഭക്ഷണം ഞാൻ പറയുമ്പോൾ അതാണ്. മറ്റ് 2 അടിസ്ഥാന ആവശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭക്ഷണത്തിനുള്ള ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമുക്ക് പങ്കുവെക്കാൻ കഴിയും. പങ്കുവെക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഏത് സാഹചര്യത്തിലും പങ്കുവെക്കാൻ കഴിയും. ഇപ്പോൾ വീട് നമുക്ക് പങ്കുവെക്കാം. വീടില്ലാത്ത ഒരാൾക്ക് താൽക്കാലികമായ ഒരു ഷെൽട്ടർ നമുക്ക് കൊടുക്കാം. വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചൊരു വസ്ത്രം നമ്മൾ ആർക്കെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ ഒരു പുതിയ വസ്ത്രം വാങ്ങിക്കൊടുക്കും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം നമ്മൾ ഒരാൾക്ക് പങ്കുവെക്കുക എന്നുള്ളൊരു സങ്കല്പത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അതേസമയം ഭക്ഷണം നമുക്ക് ഒരു ഉരുള ചോറേ ഉള്ളൂ എങ്കിലത് പങ്കുവെക്കാൻ കഴിയും, പകുതി കൊടുക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ പുരാണങ്ങളിൽ, വേദങ്ങളിൽ, ഇതിഹാസങ്ങളിൽ, എല്ലാ മതങ്ങളുടെയും സംഹിതകളിലൊക്കെ ഈ സങ്കല്പം നമുക്ക് കാണാൻ കഴിയും. ഭക്ഷണം എന്നുള്ളത് ഇപ്പോൾ എന്താ പറയുക, ഈ അക്ഷയപാത്രം എന്ന് പറഞ്ഞ സങ്കല്പം മഹാഭാരതത്തിലുള്ള അത് ആ അക്ഷയപാത്രം ക്ഷയിക്കാത്ത ഒരു പാത്രം, അതിൽ നിന്ന് ഭക്ഷണം അവസാനം ഒരു കറിവേപ്പില, ഒരു ചീരയില നിന്നാണ് ശ്രീകൃഷ്ണൻ അത് ഭക്ഷണം ഉണ്ടാക്കി ഒരുപാട് അവരെ അനുഗമിച്ച ആളുകൾക്ക് കൊടുത്തത്. അങ്ങനെ ഒരു സങ്കല്പം അക്ഷയപാത്രം എന്നത് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സങ്കല്പം. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഊട്ടി. 5 അപ്പം കൊണ്ട് 5000 പേര് ഊട്ടി
എന്ന് പറഞ്ഞാൽ അതിൽ അമാനുഷികമായ വശങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അവിടെ 5000 പേര് ഊട്ടി എന്നതാണ് അതിലെ ഒരു സങ്കല്പം. ഇപ്പോൾ മുഹമ്മദ് നബിയുടെ തിരുവചനങ്ങളിൽ തന്നെ ഏറ്റവും പിന്നെ ജനകീയമായി എല്ലാവർക്കും അറിയുന്ന ഒരു വചനമാണ്, നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നൊരു വചനം. അത് വളരെ പോപ്പുലറായ ഒരു വചനമാണ്. അപ്പോൾ ഭക്ഷണം എന്നത് പങ്കുവെക്കാൻ കഴിയുന്ന ഒന്നാണ്. അത് ഏത് സാഹചര്യത്തിലും പങ്കുവെക്കാൻ കഴിയുന്നത്, ദരിദ്രനാവട്ടെ സമ്പന്നനാവട്ടെ, അതിന് യാതൊരു പരിധിയില്ല. ഏത് തലത്തിലും നമുക്ക് ഭക്ഷണം പങ്കുവെക്കാം. അപ്പോൾ ഭക്ഷണം പങ്കുവെക്കുമ്പോൾ മനുഷ്യൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സ്നേഹം പങ്കുവെക്കുകയാണ്. അവൻ്റെ ഒരു മറ്റൊരാളോട് കൊടുക്കുകയാണ്. അവരനോടുള്ള അവൻ്റെ ഒരു കരുതൽ, അനുകമ്പ, സ്നേഹം, അതാണ് പങ്കുവെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലല്ലോ. അനുകമ്പ ഇല്ലാതെ, സ്നേഹം ഇല്ലാതെ ഒരാൾക്ക് എങ്ങനെയാണ് മറ്റൊരാൾക്ക് അവൻ കഴിക്കാനിരിക്കുന്ന ഭക്ഷണം പങ്കുവെക്കാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. തീർച്ചയായും അങ്ങനെ പങ്കുവെക്കാൻ കഴിയുന്ന മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്ന് എന്ന നിലയിലാണ് ഭക്ഷണം പ്രധാനമാകുന്നത്. ഈ അനീഫ്ക ഇതിൻ്റെ അനീഫ്കയുടെ ഒരു കഥ നമ്മൾ അറിയുമ്പോൾ, അനീഫ്ക ഒരു ഹണി ഫെസ്റ്റ് നടത്തിയ ഒരു മനുഷ്യനാണ് കാലിക്കറ്റ് ബീച്ചിൽ. ഒരു ഹണി ഫെസ്റ്റ്, അത് എല്ലാം ഈ യാത്രയിൽ നിന്നാവുന്ന അനുഭവങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. എന്നാണ് ഈ ഫെസ്റ്റ് നടത്തിയത്? ആക്ച്വലി ഹലീം ഫെസ്റ്റ് നടത്തിയത് ആക്ച്വലി 2021 2021 ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കഥകളൊന്ന് കേൾക്കാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ അതൊക്കെ തീർച്ചയായും അത് എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയത്? അത് ഹലീം ഫെസ്റ്റ് എന്ന് പറയുമ്പം, ഹലീം എനിക്ക് വളരെ, ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, പല നഗരങ്ങളിൽ താമസിച്ചിട്ടുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പിന്നെ ഹൈദരാബാദിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഫുഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതൊന്ന് ഹലീമാണ്. ഹലീം മട്ടൻ ഹലീം. അത് അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്, അത് യമനിൽ നിന്ന് 6ാം ഹൈദരാബാദി നൈസാമിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരായി യമനിൽ നിന്ന് കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പിൻതലമുറ ഇപ്പോഴും ഹൈദരാബാദിലുണ്ട്. ബാർക്കസ് എന്ന പ്രദേശത്ത് അവരിപ്പോഴും ജീവിക്കുന്നുണ്ട്. അവരുടെ തനത് രീതികൾ ഒക്കെ ഇപ്പോഴും അവർ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജീവിക്കുന്നുണ്ട്. അതിൽ പെട്ട അവരാണ് അത് പടയാളികളായിരുന്നു. പടയാളികൾ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി, പോഷണത്തിന് വേണ്ടിയിട്ട് പുതുതായി അവർ കൊണ്ടുവന്ന ഒരു വിഭവമാണ്. യഥാർത്ഥത്തിൽ യമനിൽ നിന്നുള്ള ഫുഡാണ് ഈ ഹലീം. പിന്നീട് ഹൈദരാബാദിലെ പല തനത് ചേരുവകൾ, പ്രാദേശികമായ ചേരുവകൾ, പ്രത്യേകിച്ച് സ്പൈസസ് ഒക്കെ കൂടിച്ചേർന്ന് ഒരു ഹൈദരാബാദി ഫുഡായി അത് പിന്നീട് മാറുകയുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ഈ GIS സ്റ്റാറ്റസ് ഉള്ള പദവിയുള്ള ഒരേ ഒരു നോൺ വെജിറ്റേറിയൻ ഫുഡാണ് ഹൈദരാബാദി ഹലീം. അപ്പോൾ ഈ ഹലീം ഹൈദരാബാദാണത്, ഒറിജിനലി ഹൈദരാബാദാണ്. മറ്റു പലയിടത്തും പല തരത്തിലുള്ള ഹലീമുകളുണ്ട്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുണ്ട്. 50ഓളം സിറ്റികളിൽ ഹലീമുണ്ട് എന്നാണ് കേൾക്കുന്നത്. അത് പക്ഷേ അതിൻ്റെയൊക്കെ പലതരം പിന്നെ വകഭേദങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഹൈദരാബാദി ഹലീം കഴിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായത് നോമ്പിനാണ് പ്രധാനമായിട്ടും ഹൈദരാബാദിൽ ഉണ്ടാവുക. പിന്നെ കല്യാണങ്ങളിലും അതുപോലുള്ള വിശേഷ അവസരങ്ങളൊക്കെ അതുണ്ടാവും. അപ്പോൾ അത് കോഴിക്കോട് അതിൻ്റെ ഒരു ഫെസ്റ്റ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മാധ്യമവും പത്രവുമായി ചേർന്നുകൊണ്ട് കോഴിക്കോട്. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. അതിനുശേഷവും പിന്നെ ഹലീം ഫെസ്റ്റ് നോമ്പിന് പലയിടത്തും നമ്മുടെ ഒരു സഹകരണത്തോടു കൂടി പല ഭാഗങ്ങളിൽ കണ്ണൂർ, കോഴിക്കോടും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇത്തരം വിഭവങ്ങൾ, ഹലീം പോലെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ തീർച്ചയായും ഇന്ത്യയിലെ ഓരോ നഗരത്തിനും ഉണ്ടാവും. ഓരോ നഗരത്തിനും ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ഡിഷിൻ്റെ കഥ പറയാനുണ്ടാവും. തീർച്ചയായും. അപ്പം നമുക്കറിയാം, അത് നമ്മൾ തന്നെ ഒരു ഫുഡി ആയ ഒരാൾക്ക് തീർച്ചയായിട്ടും എന്നേക്കാൾ നന്നായിട്ടത് പറയാനും പിന്നെ വിവരിക്കാനും കഴിയും. നമ്മളൊരു സാമാന്യ ബോധത്തിൽ തന്നെ ഇപ്പം മലബാറിൽ തന്നെ ധാരാളം വിഭവങ്ങളുണ്ട്, കേരളത്തിൽ തന്നെ ധാരാളം വിഭവങ്ങളുണ്ട്. അതുപോലെ ചരിത്രപരമായ പ്രാധാന്യമുള്ള ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും തീർച്ചയായും ഒരു ഫുഡ് ഉണ്ടായിരിക്കും. അങ്ങനെ അന്വേഷിച്ചപ്പം ഇപ്പോൾ കാശ്മീർ മുതൽ കോഴിക്കോട് വരെയുള്ള സിറ്റികളിലെ ഇതുപോലെയുള്ള ഫുഡ് ഒരേ ഇടത്തിൽ ലഭ്യമാക്കിയാൽ അതൊരു വലിയ ഒരു സംരംഭമായിരിക്കും എന്ന ഒരു തോന്നലുണ്ടായി. അപ്പോൾ ഒരേ സമയത്തിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ ഭക്ഷണം ഒരു പങ്കുവെക്കലിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിരിക്കുമ്പോൾ തന്നെ അത് ഇതേപോലെ ആളുകൾക്കിടയിൽ ഒരു വിനിമയം നടത്താൻ കഴിയുന്ന ഒന്നായിരിക്കുമ്പോൾ തന്നെ അതൊരു ബിസിനസ് സാധ്യത കൂടിയാണ്. തീർച്ചയായിട്ടും. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ആശയത്തിൽ. അപ്പം ഇതിനൊരു പേര് തന്നെ വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ്, ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് എന്നാണല്ലോ. തീർച്ചയായും. അതായത് ഇപ്പം ഞാനൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലുള്ള
ഓരോ സ്റ്റേറ്റിലെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡുകളെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന ഒരു കോൺസെപ്റ്റാണ് അല്ലേ ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞ സംഭവം. ഇത് നിങ്ങളൊരു ഓർഗനൈസേഷനായിട്ട് രജിസ്റ്റർ ചെയ്യണം ചെയ്തത്. അതിട്ട് എന്താ നിങ്ങൾ ചെയ്തത്? ഇതൊരു കമ്പനിയാണ് ഇതിൻ്റെ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൻ്റെ ഓണർ. ഇത് ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് എന്ന് പറഞ്ഞ് ട്രേഡ് മാർക്ക് രജിസ്റ്റർ. ഇത് എന്നാണ് ഇവന്റ് നിങ്ങൾ ഇത് ചെയ്യാനായിട്ട്? ഈ ഇവന്റ് മെയ്യിലാണ്. ഈ 2024 മെയ് 3 മുതൽ 12 വരെ 10 ദിവസങ്ങളിൽ കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ്. അവിടെ ഒരു 70,000 സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ട്. അതിൻ്റെ പുറമെ ഒരു 3000-ഓളം കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യമുണ്ട്. വളരെ സ്പേഷ്യസ് ആയ വളരെ വിപുലമായ സ്ഥല സൗകര്യമുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം ധാരാളം ആളുകൾ വരുമ്പോൾ അവരൊക്കെ ഉൾക്കൊള്ളാൻ കഴിയണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു ഓപ്പൺ എയറിൽ ഈ ഒരു സാധനം ചെയ്യുമ്പോൾ കുറച്ചും കൂടി വിസിബിലിറ്റി ഉണ്ടാവും, കുറേ കൂടി ആളുകൾക്ക് കാണാൻ കഴിയും. പക്ഷേ അത്ര ആളുകൾക്ക് ഇത് ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതും കൂടി പ്രധാനമാണ്. ഇപ്പം നമ്മുടെ ഒരു നാട്ടിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ആളുകൾ പുറത്തു പോകുന്നുണ്ട്. നേരത്തെ നമ്മൾ വീട്ടിനകത്ത് മാത്രം ഭക്ഷണം കഴിച്ചിരുന്ന, അല്ലെങ്കിൽ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിച്ചിരുന്ന മനുഷ്യർ ഇപ്പം പുറത്തു പോവുകയും അത് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഭക്ഷണം ഒരു ആഡംബര വസ്തുവായി മാറിയിട്ടുണ്ട്. അവശ്യ വസ്തു എന്നുള്ള നിലയിൽ നിന്ന് അത് ഒരു ആഡംബര വസ്തുവായി മാറുന്നുണ്ട്. അത് ഒരു വിനോദോപാധി കൂടിയായി മാറുന്നുണ്ട്. ഒരു ഗ്യാതറിങ്ങിനുള്ള ഓപ്പറേഷൻ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആളുകൾ പലതരത്തിൽ ഒത്തുകൂടുന്നു. ഇന്ന് നമ്മുടെ വീട്ടിലൊരു ഭക്ഷണമുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊരു ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളൊക്കെ ഒത്തുകൂടുന്നു. അതേപോലെ കല്യാണങ്ങളിലൊക്കെ മാറിയല്ലോ. നേരത്തെ നെയ്ച്ചോറും കറിയും ആയിരുന്നു മലബാറിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രധാന വിഭവം. അല്ലെങ്കിൽ അത് പിന്നെ ബിരിയാണിയിലേക്ക് മാറി. ബിരിയാണിയിൽ നിന്ന് ഇപ്പോൾ ബിരിയാണിയുടെ കൂടെ പലതരം വിഭവങ്ങൾ, ചില ആഡംബര കല്യാണങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ എണ്ണിയാലൊടുങ്ങാത്ത വിഭവങ്ങളോടുകൂടിയാണ് വിവാഹ സൽക്കാരങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഭക്ഷണം എന്നുള്ളത് ഒരു ആഡംബര വസ്തുവും ഒരു വിനോദോപാധിയൊക്കെ ആയി മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഈ ഭക്ഷണം കഴിക്കാനുള്ള അതിൻ്റെ സ്ഥല സൗകര്യങ്ങളും കൂടി പ്രധാനമാണ്. അവർക്ക് വളരെ സ്വതന്ത്രമായി ആസ്വാദ്യകരമായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ കഴിയണം. അല്ലാതെ നിന്ന നിപ്പിൽ കുറേ ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് പോവുക എന്നതിനപ്പുറം അവർക്ക് എൻജോയ് ചെയ്യാൻ കഴിയണം. ഈ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ ഉള്ള ഒരു ഇടം കൂടി ഒരുക്കുക. അതിനും കൂടിയാണ് നമ്മൾ ഈ ഒരു സെൻറ്റർ എടുത്തത് ചെയ്യുന്നത്. അതായത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇവൻറ്റിൽ വന്നു കഴിഞ്ഞാൽ കാഴ്ചക്കാരെ സംബന്ധിച്ചിടത്തോളം എത്ര സ്റ്റോളുകളാണ് നമ്മളവിടെ ഉണ്ടാകുന്നത്? നമ്മൾ ഇന്ത്യയിലെ ഒരു 20-25 സിറ്റികളിൽ നിന്നുള്ള ഫുഡാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സിറ്റിയിലും വ്യത്യസ്തമായ ഭക്ഷണങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഒരിടത്ത് കൊണ്ടുവരിക എന്നുള്ളത് തീർത്തും അസാധ്യമാണ്. നമ്മളങ്ങനെ ആലോചിച്ചിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രാതിനിധ്യം, എല്ലാ സിറ്റികളുടെയും പ്രധാന സിറ്റികളുടെയും പ്രാതിനിധ്യം, അത് പക്ഷേ പ്രായോഗികമായി നടപ്പാക്കാൻ വലിയ പ്രയാസമുണ്ട്. കാരണം അത്രയും വിപുലമായ ഭക്ഷണ സംസ്കാരമുള്ള ഒരു നാടാണ് നമ്മുടേത്. ഓരോ താവഴിയിലും ഓരോ തരം ഭക്ഷണം. ഇപ്പോൾ യുപിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ യുപിയിൽ തന്നെ പല സിറ്റിയിലും ഓരോ അടിയിലും വെള്ളത്തിൻ്റെ രുചി മാറും എന്ന് പറയുന്ന പോലെയാണ് യുപിയിലെ ഭക്ഷണങ്ങളുടെയും രീതി. ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു 25 സിറ്റികൾ, സംസ്ഥാനങ്ങളല്ല സിറ്റികൾ, നഗരങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ കാശ്മീർ മുതൽ കോഴിക്കോട് വരെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല നഗരങ്ങളിൽ നിന്നുള്ള ഭക്ഷണം ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇതിനായിട്ട് അനീഫ് എന്തെങ്കിലും യാത്രകൾ ചെയ്തായിരുന്നോ? തീർച്ചയായും ഈ എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്തു. എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് ഈ എല്ലാ ഭക്ഷണങ്ങളും രുചിച്ച് അതിൽ നിന്ന് നമുക്ക് തൃപ്തിയായി തോന്നുന്ന ഭക്ഷണങ്ങളാണ് സെലക്ട് ചെയ്തത്. ചിലത് നമുക്ക് തൃപ്തികര അല്ല. എനിക്ക് വ്യക്തിപരമായി എൻ്റെ തൃപ്തിയല്ലല്ലോ, ഞാനല്ലല്ലോ അത് കഴിക്കാൻ പോകുന്നത്. മലബാറിലെ കോഴിക്കോട്ടെ ജനങ്ങളാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളാണ് തീർച്ചയായും. അപ്പോൾ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി അവർക്ക് വേണ്ടിയാണല്ലോ ഇത് സംഘടിപ്പിക്കുന്നത്, എനിക്ക് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് തൃപ്തി ഇല്ലാത്ത ചില ഭക്ഷണങ്ങളുണ്ടാവും ഇതിൽ. അത് പക്ഷേ വളരെ പോപ്പുലറായ ചില ഭക്ഷണങ്ങളാണ്, വളരെയധികം പിന്നെ എന്താ പറയുക കൊണ്ടാടപ്പെടുന്ന. ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞാൽ കാശ്മീരിലെ തബക് മാസ്. ഈ തബക് മാസ് കഴിക്കാൻ ഒരാൾക്ക് കോഴിക്കോട് നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കാശ്മീരിൽ പോകുക എന്നുള്ളത് അസാധ്യമാണ് സാധാരണഗതിയിൽ. അതിൻ്റെ ചില പിന്നെ എന്താ പറയുക ആരാധകരുണ്ടാവും, ചില ഭക്ഷണത്തിൻ്റെ ആരാധകർ. ഇപ്പോൾ എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഞണ്ടുകറി കഴിക്കാൻ വേണ്ടി കാലിക്കറ്റിൽ നിന്ന് ഫ്ലൈ ചെയ്ത് ഗോവയിൽ പോവും. അന്ന് അവിടെ നിന്ന് ഞണ്ടുകറി കഴിച്ച് അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു വരും. അങ്ങനെയുള്ള ചില അതിന് നമ്മൾ എന്താ പറയുക ക്രേസ് ആണ് അവർക്ക്. അവരെ സംബന്ധിച്ചുള്ള അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുന്നില്ല, അവർക്ക് ഞണ്ടുകറി കഴിക്കണം. ആ തരത്തിലുള്ള മനുഷ്യന്മാരും കൂടി ജീവിക്കുന്ന നാടാണ് നമ്മുടെ. ഇപ്പോൾ ഹൈദരാബാദ്
ഹൈദരാബാദി ഹലീം ഞാൻ നേരത്തെ പറഞ്ഞത് കഴിക്കാൻ വേണ്ടി യാത്ര ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. പലതരത്തിൽ പല ഭക്ഷണങ്ങൾക്ക് വേണ്ടി അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു ഭക്ഷണം കിട്ടാൻ വേണ്ടി ഈ പലതരത്തിൽ ഇതുപോലെ പിന്നെ എന്താ പറയുക നമ്മളൊന്നും ആലോചിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. അവരുടെ എണ്ണം വളരെ ചുരുക്കമായിരിക്കും, പക്ഷെ അവരും ഒരു കമ്മ്യൂണിറ്റി, ഒരു ആളുകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു. അപ്പം അവർക്ക് അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ ഭക്ഷണം എത്തിക്കുക. അതോടൊപ്പം ഈ ഭക്ഷണം സാധാരണഗതിയിൽ പോയി ഇവിടങ്ങളിലൊക്കെ പോയി കഴിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും. ഇതുപോലൊരു മേള എവിടെയെങ്കിലും നടക്കുമ്പോൾ പോയി കഴിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ യാദൃശ്ചികമായ ഏതെങ്കിലും യാത്രകളുടെ ഭാഗമായി അവിടെ എത്തിച്ചെന്നാൽ അവിടെ പോയി കഴിക്കാം എന്ന ഒരു സാധ്യത മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിന് പകരം ഈ 25 നഗരങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണ വസ്തുക്കൾ കോഴിക്കോട് ഒരിടത്ത് ലഭ്യമാക്കിയാൽ ഇത്രയും ആളുകൾക്ക് അത് ആസ്വദിക്കാൻ കഴിയും, അത്രയും സംസ്കാരങ്ങളെ പരിചയപ്പെടാൻ കഴിയും, അത്രയും ഭക്ഷണ രീതികളെ പരിചയപ്പെടാൻ കഴിയും. അതിൻ്റെ പിന്നെ എന്താ പറയുക പലതരം അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായി നടക്കുന്ന പലതരം പ്രക്രിയകളുമായി ഇടപെടാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതൊരു നല്ല കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു ബിസിനസ് എന്ന നിലയിൽ മാത്രമല്ല, ഒരു സാംസ്കാരികമായ പ്രവർത്തനം എന്ന നിലയിൽ കൂടി പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ വിചാരിക്കുക. ഈ ഒരു കോൺസെപ്റ്റിലേക്ക് ഇപ്പോൾ അനീഫിക്കാണുള്ളത് നിങ്ങളുടെ ടീമിൽ ഡിസൈൻ ചെയ്ത കോൺസെപ്റ്റ്, എവിടെ പോയി ഭക്ഷണം കഴിച്ചപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സാധനം തുടങ്ങിയാൽ കൊള്ളാതൊരു ആഗ്രഹം വന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഹലീം ഫെസ്റ്റിൽ നിന്നാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തുന്നത്. ഹലീം പോലെ തന്നെ ഓരോ നാട്ടിലെയും ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക എന്ന നിലയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ആശയത്തിലേക്ക് എത്തുന്നത്. എന്താണ് ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് ഫെസ്റ്റിൻ്റെ ഒരു ഭാവിയിൽ കാണുന്ന ഒരു വിഷൻ എന്തായിട്ടാണ് അനീഫ്ക്ക് കാണുന്നത്? ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഫുഡ് ഫെസ്റ്റ് എന്നെല്ലാവരും ഇതിനെക്കുറിച്ച് പറയും. ഞങ്ങളതിനെ ഫുഡ് ഫെസ്റ്റ് എന്നല്ല പറയുന്നത്. ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉടനീളം പല ഇടങ്ങളിൽ ചെറുതും വലുതുമായ ധാരാളം ഫുഡ് ഫെസ്റ്റുകൾ നടക്കുന്നുണ്ട്. പല തീമിലും പല കോൺസെപ്റ്റിലുമുള്ള ധാരാളം ഫുഡ് ഫെസ്റ്റുകൾ നടക്കുന്നുണ്ട്. ഞങ്ങളിതിനെ ഫുഡ് ആർട്ട് എന്നാണ് പറയുന്നത്. ആർട്ട് എന്ന് പറയുമ്പോൾ ഇത് കലാകാരന്മാരാണ്. ഈ പാചക കല എന്നാണ് നമ്മൾ പറയുന്നത്. പാചകം ചെയ്യുന്നവർ കലാകാരന്മാരാണ്. അവർ വെറും തൊഴിലാളികളല്ല. തൊഴിൽ ചെയ്യുന്നത് ഒരു മഹത്തായ കാര്യമായിരിക്കുമ്പോൾ തന്നെ അതിനെ കലാപരമായി ചെയ്യുന്ന ആളുകളാണ് പാചക കലാകാരൻ. ഇപ്പോൾ നമ്മൾ പറയുന്നല്ലോ കവിത, വാക്കുകളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള വിന്യാസം കൊണ്ടാണ് ഒരു കവിത ഉണ്ടാവുന്നത്. സ്വരസ്ഥാനങ്ങളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള വിന്യാസം കൊണ്ടാണ് സംഗീതം ഉണ്ടാവുന്നത്. അപ്പോൾ കവിത ഉണ്ടാകുന്നത് പോലെ സംഗീതം പൊഴിയുന്നത് പോലെ ഒരു പ്രത്യേക തരം കൂട്ടുകളുടെ ചേരുവകളുടെ മിശ്രണം കൊണ്ടാണ് ഒരു ഭക്ഷണം ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടില്ലേ ചില പാചക കലാകാരന്മാർ കയ്യിൽ ഉപ്പ് വാരി എറിയാണ് ചെയ്യുക, ഒരളവുമില്ല. ഏതെങ്കിലും പാത്രത്തിലോ ഏതെങ്കിലും പിന്നെ തരത്തിലോ അളന്നിട്ടല്ല അതിൽ അവസാനത്തെ ചേരുവയായ ഉപ്പ് വാരി എറിയുന്നത്. അതൊരളവാണ്, അവരുടെ ഒരു മനക്കണക്കാണ്. അതാണ് കല. ആ ഉപ്പ് ചേരുമ്പോഴാണ് അതൊരു സ്വാദിഷ്ടമായ ഭക്ഷണമായിട്ട് മാറുന്നത്. നമ്മൾ ധാരാളം ഭക്ഷണങ്ങൾ കഴിക്കുന്നു, ധാരാളം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. അതൊക്കെ ഒരു എന്താ പറയുക വിശപ്പടക്കാനുള്ള ഒരു വസ്തു മാത്രമായിരിക്കുമ്പോൾ സ്വാദിഷ്ടമായ ഒരു സാധനമായി ഇതിനെ മാറ്റുന്നത് അവരുടെ കലയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഫെസ്റ്റ് എന്ന് പറഞ്ഞ ആഘോഷം നല്ല നിലയിലല്ല, ഉത്സവം നല്ല നിലയിലല്ല, ഇതൊരു കലയാണ്. ആ കലാകാരനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒന്നായിട്ടാണ് നമ്മൾ ഇതിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് എല്ലാ വർഷങ്ങളിലും നടത്താനാണോ പദ്ധതി? തീർച്ചയായും നമ്മൾ കോഴിക്കോടും കൊച്ചിയിലും എല്ലാ വർഷവും ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ മലബാറിലെ ഒരു ഭാഗം മാറ്റി നിർത്തിയാൽ കൊച്ചിയിലും ഇതേപോലെ തന്നെ ചെയ്യാനുണ്ട്. എല്ലാ വർഷവും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒന്നാണ്. അപ്പോൾ എന്തായാലും നമ്മളെ മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലബാർ ഏരിയയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ബ്ലെസ്ഡ് ആണ്. ബിക്കോസ് മെയ് മാസത്തിൽ ഇന്ത്യയിലെ മൊത്തം ഫുഡുകളെല്ലാം ഒരു സ്ഥലത്തുണ്ടാകും. എത്ര ദിവസമായിട്ട് നടത്തുന്നത്? 10 ദിവസം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന ഈ 25 നഗരങ്ങളിൽ നിന്ന് ഏകദേശം 100-ലധികം പ്രധാന ഭക്ഷ്യവിഭവങ്ങളുണ്ടാവും. റൊട്ടി, അതുപോലെ ചായ പോലുള്ള ഉപവിഭാഗങ്ങൾ, സൂപ്പ് പോലുള്ള കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ തന്നെ പ്രധാന വിഭവങ്ങൾ തന്നെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു 100-ലധികം ഉണ്ടാവും. ഇത് ഇത്രയും ഭക്ഷണങ്ങൾ രുചിച്ചു നോക്കുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചുള്ള 10 ദിവസം കൊണ്ട് പോസിബിൾ അല്ല. എന്നാൽ പോലും നമുക്ക് 10 ദിവസങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. ഇപ്പം നമ്മളിത് ഭക്ഷണം കഴിച്ച് വിശപ്പടക്കാനല്ലല്ലോ പലരും വരിക, ഇത് രുചിച്ചു നോക്കുക, എന്താണെന്ന് അറിയാം, അതൊക്കെ ആയിരിക്കും. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ഷോപ്പും ഓരോ ഡൈനിങ് സെന്ററിൽ ഉണ്ടാവും. അതെ. അപ്പോൾ ഒരാൾക്ക് ഇന്ന് വന്ന നാളെയും വരാനുള്ളൊരു സാധ്യത
നമ്മളവിടെ നിലനിർത്തുന്നുണ്ട്. കാരണം ഇന്ന് വന്ന ആൾ നാളെ വരണ്ട എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് മറ്റൊരു ഒരു വിഭവം രുചിച്ച് നോക്കണമെങ്കിൽ, മറ്റൊന്ന് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു സമയം എന്ന നിലയിലാണ് നമ്മൾ 10 ദിവസം ഇത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഓരോ കൗണ്ടറിലും ഓരോ ഡൈനിങ് ഏരിയകളായിട്ട് മാറും അല്ലേ? അതെ, ഓരോ കൗണ്ടറിലും നമ്മളെ മുന്നിൽ ചെറിയൊരു ഡൈനിങ് ഏരിയ ഉണ്ടാവും, കോമൺ ആയിട്ടൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. അപ്പോൾ ആൾക്ക് ഫുഡുകൾ 500-ലധികം സീറ്റുള്ള ഒരു കോമൺ ഏരിയ ഡൈനിങ്ങിന് മാത്രമായിട്ട് ഉണ്ടാവും. എന്തായാലും ഇതൊരു പുതിയൊരു കോൺസെപ്റ്റാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡ് എനിക്ക് ഹൈദരാബാദി യഥാർത്ഥ ടേസ്റ്റി ബിരിയാണി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്നുള്ള ആളുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാകുക അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ കാശ്മീരിൽ പോയി മാത്രം എനിക്ക് വേണമെങ്കിൽ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ മലബാർ ഏരിയ ഒബ്വിയസ്ലി കുറേ നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് എന്തായാലും ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് ഒരു വിസ്മയം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയൊരു അവസരമാണ്. പലതരം വിഭവങ്ങൾ രുചിച്ചു നോക്കാനും പരിചയപ്പെടാനും കഴിയുന്ന ഒരു അവസരം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കോൺസെപ്റ്റ് നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റി വളരെ സന്തോഷം. ഹനീഫയ്ക്കും ടീമിനും എല്ലാവിധ ആശംസകളും നേരാണ്. അപ്പോൾ മെയ് മാസത്തിൽ നടക്കുന്ന ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൽ ഞാനും ഫാമിലിയായിട്ട് വന്ന് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. നിങ്ങൾ കൊച്ചിയിൽ ഒരെണ്ണം സംഘടിപ്പിക്കണം, കൊച്ചിയിൽ ചെയ്യും തീർച്ചയായും നമ്മുടെ ആളുകൾക്ക്. അപ്പോൾ ഇതെന്തായാലും ഈ ഒരു ടീമിന് എല്ലാവിധ ആശംസകളും നേരാണ്. അപ്പോൾ നമ്മുടെ ആളുകൾക്കൊക്കെ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ആളുകൾ വന്ന് ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയട്ടെ. തീർച്ചയായും സന്തോഷം നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റും. വീണ്ടും കാണാൻ തീർച്ചയായും. താങ്ക് യു.